അങ്ങനെ കേട്ടോ വെറുതെ പറയട്ടോ അത്ത അങ്ങനെയൊന്നുമില്ല. നീ പോയി ബാത്റൂമിൽ പോയിട്ട് ടീഷർട്ട് ആദ്യം അടിച്ചു മഞ്ഞ കളർ വരുന്ന സാധനം ഇത് മഞ്ഞളല്ല. ഇത് മഞ്ഞ കളർ വരുന്നില്ല. ഇത് മഞ്ഞളല്ല. ജസ്റ്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത്ത് ചുമ്മാ നിന്നെ ആക്കാണ്. അതൊക്കെ നാളെ ഞാൻ തേച്ചു കൊടുക്കും. ടാനൊക്കെ മാറും. ടാൻ മാറി ചെയ്യുമ്പോ അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ദിവസത്തെ വ്ളോഗാണ് ഒരു ദിവസമാക്കിയിട്ടങ്ങ് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ജിമ്മെല്ലാം കഴിഞ്ഞ് വരികയാണ്. ഇക്കാൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, മുടിയൊക്കെ നിങ്ങളുടെ വേഗം നരച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഞങ്ങൾ താടിയിലൊക്കെ പെട്ടെന്ന് അപ്പോൾ ആളത് സോൾട്ട് ആൻഡ് പെപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാവുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക, വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് എത്തി നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇതാ പാൽപാത്രം തുറക്കണമെങ്കിൽ കത്തിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നത് അതിൽ പൊടികളോ മുടിയോ രോമം ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കണത്. അങ്ങനെ ചായ വെക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് വന്നിട്ട് ഇതിൽ 2-3 ബിസ്ക്കറ്റ് ഇട്ടിട്ട് നായ്ക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഉപ്പ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗുഡേൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഞാനും അയൻകുട്ടിയും കൂടിയും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനക്ക് ഇങ്ങനെ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടെ എന്തായാലും ഞാൻ പോകുമ്പോൾ വലിയ ടെൻഷനില്ല. അപ്പോൾ നായ്ക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട്, ആ കത്തിച്ച ഭാഗത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. കരിയില കൂട്ടി കത്തിച്ചതാണ്. അവിടെ എന്തിനാണ് കിടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നേരെ വന്ന് ഇനി ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇനി എന്താണ് ചായ വെച്ചിട്ട്, ഇന്നിപ്പോൾ സ്കൂളുണ്ടായിരുന്നില്ല, ശനി ഞായറുത്തിയും കൂടെ വ്ളോഗാണ് കേട്ടോ അതിൽ. അപ്പോൾ സ്കൂളില്ലല്ലോ, അപ്പോൾ സമാധാനത്തോടു കൂടി തന്നെ നമുക്ക് ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ ഞാൻ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ പരീക്ഷണം വലിയ രീതിയിൽ സക്സസ് ആയോ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്കില്ല, പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരീക്ഷണം കേട്ടോ. അപ്പോൾ എന്തായാലും ചായ റെഡിയായി. അയൻകുട്ടി ചായ കൊണ്ട് കൊടുത്തു. ഞാൻ അവിടെ നമ്മുടെ സെറ്റിയിൽ തന്നെ ടേബിളിൽ ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചൂട് സമയത്ത് ചപ്പാത്തി പത്തിരി ഉണ്ടാക്കൽ വല്ലാത്തൊരു ടാസ്ക്കാണ്. ഇനിയിപ്പോൾ നോമ്പിന് പത്തിരി ഡെയിലി ഉണ്ടാക്കുന്ന ആൾക്കാരെ സമ്മതിക്കണമല്ലേ. ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ഡെയിലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എൻ്റെ തറവാട്ടിലൊക്കെ ഒരു 3 മണിക്ക് പത്തിരി ഉണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ, അങ്ങനെ കട്ടിക്ക് പത്തിരി ഉണ്ടാക്കും. ഒരാൾ തന്നെ എത്ര പത്തിരി കഴിക്കും? എത്ര വലിയ ഫാമിലി, ഞങ്ങൾ 3 ഏട്ടനനിയന്മാർ ഒരുമിച്ചാണ് എൻ്റെ ഓർമ്മയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവരുടെ കുട്ടികളും അവരും വൈഫുമാരും എല്ലാവരും കൂടെ ഒരു ബഹളമായിരിക്കും. എന്താ നോമ്പ് തുറക്കുമ്പോഴും അതേപോലെ അത്താഴത്തിന് എണീക്കുമ്പോഴും. അത്താഴത്തിന് അവർ കഴിച്ച ശേഷം ഞങ്ങളെ കുട്ടികളെ വിളിക്കുക. എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ നേരെ ബാങ്ക് കൊടുക്കാനാവുമ്പോഴാണ് കേട്ടോ അങ്ങനെ വിളിക്കാറുള്ളത്. പണ്ട് തറവാടുകളിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, വലിയ ആൾക്കാർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ വിളിക്കും, പിന്നെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവരെത്ര നേരത്തെ എണീക്കണം അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഈ അടുത്തായിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ കാരിയിൽ, എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിൽ എല്ലാവരും കൂടെ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ കേട്ടോ, കല്യാണത്തിനൊക്കെ മുന്നെയാണ്, ഇങ്ങനെ ബാങ്കിൻ്റെ അലാറം വെച്ചിരിക്കണം ആരോ ഒരാൾ. എന്നിട്ട് ഇങ്ങനെ അത്താഴത്തിന് എണീക്കാൻ സെറ്റ് ചെയ്ത് വെച്ചല്ലേ, അത്താഴത്തിന് ബാങ്ക് കൊടുക്കണ സൗണ്ട് കേട്ടിട്ട് അയ്യോ ബാങ്ക് കൊടുത്തു ഇനി എന്ത് ചെയ്യുക പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എണിച്ച്. പക്ഷേ അലാറം ബാങ്കിൻ്റെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ വല്ല ഇൻസിഡൻറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കി അതേപോലെ കറി ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കമൻറ്റ് കണ്ടു. പിന്നെ ഞാനും ചായ കുടിക്കുമ്പോൾ വിളിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അല്ലേ. ഞാനൊരു ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ടുണ്ടാക്കിയത് കേട്ടോ, കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ടായിരുന്നു. ഇതുപോലെ 1.5 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ വേണം കേട്ടോ ക്വാണ്ടിറ്റി.
ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ നിറയെ തൈരും ആ ഒരു ബൗളിൽ ഒരു 1.5 ബൗൾ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു ബൗളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇവിടെ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ ഇട്ടോളൂ കേട്ടോ, അതാണ് നല്ലത്. മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ആക്കി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ടൊരു കൂട്ടുണ്ടാക്കിയെടുക്കണം. നമ്മുടെ കടുകും അതുപോലെ പരിപ്പും ഉഴുന്നും ഒക്കെ ഇട്ട് വലിയുള്ളി 2 വലിയുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചിയും പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുന്നുണ്ട്. നല്ലൊരു കളറുമാവുമ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററിലോട്ട് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഞാനൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 2 വലിയുള്ളി, 1 തക്കാളി, പിന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ ഉപ്പും അതുപോലെ ചില്ലി ഫ്ലെക്സും, പിന്നെ നമ്മുടെ മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറും അതിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ചമ്മന്തി അരച്ചത്. അതൊന്ന് താളിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ വഴറ്റി വെച്ച ഉള്ളിയൊക്കെ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കുന്നത്, ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. 2 സൈഡും നല്ലോണം മുരിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതുണ്ടല്ലോ റവ ബൺദോശ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്, പക്ഷെ ബണ്ണായിട്ടൊന്നും വന്നില്ല കേട്ടോ, അടയായിട്ട് വന്ന പോലെ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, സത്യം പറയാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനൊരു ലുക്കും ഇല്ല, എന്തൊക്കെയോ ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതായിരുന്നു. ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം മതി, നല്ല ഹെവിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കൊടുത്തു, എല്ലാവരും കഴിച്ചു, പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ ആർക്കും. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓരോരുത്തർക്കായിട്ട് ചുട്ടു കൊടുത്തു. കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ദോശമാവിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, റവയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എന്നാലും നോട്ട് ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനും അയൻകുട്ടിയും ലാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു. ഞങ്ങളും കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ ഇന്നത്തെ ചെറിയൊരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിലത്തെ ഡ്രസ്സും കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതാണ്. പിന്നെ നനച്ചുള്ളിയുടെ ഭാഗമായിട്ട് ചേച്ചിമാർ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട്. അവർ വരും നാളെ, ഇൻഷാല്ല തിങ്കളാഴ്ച വരും. ഇന്ന് അല്ലേ, ഈ വ്ളോഗ് ഇടുന്നത് തിങ്കളാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്ന് വരും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നനച്ചുള്ളി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഇതൊക്കെ ട്രയൽ മാത്രമാണ്. അങ്ങനെ അയാൻകുട്ടിക്ക് ഇതുപോലെ എന്താ പറയുക, ചായയല്ല മുഖത്ത് ഇങ്ങനെ തേക്കണം പറഞ്ഞിട്ട് ഞാൻ അവന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണ്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു പ്രശ്നമില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അയൻകുട്ടിക്ക് മുഖത്ത് ടാൻ അടിച്ചു, കരിവാളിപ്പായി, എന്നെ കുട്ടികൾ എന്തെങ്ങനെ കറുത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സങ്കടം കേട്ടോ ആൾക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അവനോട്, ഇടാ കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നും ഇല്ല, അതിലൊന്നും വിചാരിക്കണ്ട, നിനക്ക് മുഖം ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ, ഒന്ന് ടാനൊക്കെ മാറണമെങ്കിൽ ഞാനൊരു ഫേസ് പാക്ക് തരാം, അത് യൂസ് ചെയ്ത് നോക്ക് നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അവനക്ക് തേച്ച് കൊടുത്തപ്പോൾ റിഹാനിക്കും വേണമെന്നായിട്ടോ. അങ്ങനെ 2 പേർക്കും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരോട്. അങ്ങനെ അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വന്നു. റൂമിലത്തെ കബോർഡൊക്കെ കിടക്കണ കോലം കണ്ടില്ലേ, ഡ്രസ്സൊക്കെ. പിന്നെ ഈ നനച്ചുളി ആവാൻ നേരത്ത് ഒന്ന് മടി പിടിക്കും, എന്തായാലും നനച്ചുളി ഉണ്ടല്ലോ അപ്പം ചെയ്യുക എന്നും പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെറിയൊരു മടി പിടിക്കും കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് കേട് വരുമ്പോഴത്തേക്കും വേഗം റെഡിയാക്കും. പ്രത്യേകിച്ച് ഈ കബോർഡ് സെക്ഷനൊക്കെ ഞാൻ വേഗം റെഡിയാക്കാറുണ്ട്, ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെന്താണ്, ഞാനും ചായ കുടിക്കുമ്പോൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഉമ്മാനെ വിളിക്കുന്ന കാര്യമാണ് അല്ലേ, ഗുഡ്. പിന്നെ ജിനിത്ത ഒരിക്കൽ കർണാടക എല്ലാം വരണം, അത് സ്പെഷ്യലായിട്ട് മംഗലാപുരം വരുമുണ്ട് പറഞ്ഞിട്ടൊരു കമൻറ്റ് കേട്ടോ. ഇൻഷാല്ല അതിനൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൂമിൽ സൈഡിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫാനൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. പിന്നെ ഒരു കബോർഡ് നിറയെ ഞാൻ എന്തെല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കളയണം. യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ്. നമ്മൾ അന്നൊക്കെ തുടച്ച് വെക്കുമ്പോൾ ഇത് ആവശ്യം വരും എന്നും പറഞ്ഞ് വെക്കണതാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് ഒന്ന് വേഗം തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ആരെ വിളിക്കുന്ന കാര്യമാണ് എല്ലാവരും പറയുന്നത് എന്ന് ഉമ്മാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. പിന്നെന്താ, ന്യൂ ഫ്രണ്ട് സബ് ചെയ്തിട്ടുണ്ട്, നാളെ വരണേന്നോ. ഓക്കെ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്.
ജിനിയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. താങ്ക് യു മുത്ത ഉമ്മ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കബോർഡൊക്കെ ഒന്ന് വേഗം റെഡിയാക്കുകയാണ്. വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയാണ്. ഒരു 3-4 ബാഗൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളയാനുള്ളത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ എടുത്തെടുത്ത് ബാഗിലാക്കിയിട്ട് ബാക്കിലൊരു കട്ടിലുണ്ട്, അതിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിമാർ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടാത്ത കുട്ടികളുടെയൊക്കെ ചെറുതായ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കണേ, നിൻ്റെ ചുരിദാർ ഉണ്ടെങ്കിലും എടുത്ത് വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. പണ്ടത്തെ പോലെ എല്ലാം ഒന്നും എടുത്തിട്ട് പോകുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ കേട്ടോ. സെലക്ട് ചെയ്തിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. എങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമുക്കൊരു അടിപൊളി കമൻറ്റ് വന്നിട്ടുണ്ട്. ഡിയറസ് ജിനി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കമൻറ്റ്, ഫുൾ ഇംഗ്ലീഷാണ്. എന്തായാലും ഞാനത് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുവരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാത്ത ഒരാളാണ്. എന്തായാലും കമൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരില്ലേ? ഞാൻ മ്യൂസിക് ഒരു 2-3 സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണത്. പിന്നെ സെക്കൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത്. പിന്നെ ജിനി ചേച്ചിമാർക്ക് ക്ലീൻ ചെയ്യാൻ എത്രയാ റേറ്റ് ഒന്ന് പറയാമോ? റേറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു 600 രൂപയാണ് ഒരു ദിവസം. 500 ആയിരുന്നു, ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയാണ് അതൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ ഞാനും പാട്ട് വെച്ചിട്ടാണ് പണികൾ ചെയ്യാറ്. അതെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ പണികൾ അങ്ങോട്ട് തീരണ്ടേ. ഞാൻ കുക്കിംഗ് അടക്കം ചില സമയത്ത് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ, പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എനർജി വരും, നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവുമല്ലോ. ഞാൻ പൊതുവേ ഹെവി ടാസ്കൊക്കെ ഇനി ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പാട്ട് വയ്ക്കും, ചില സമയത്ത് 2 സ്റ്റെപ്പ് ഇടും. ഇനിയിപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ ഡാൻസ് കളിക്കുമോ എന്നൊന്നും ചോദിച്ച് വരണ്ട. ഡാൻസ് ഞാൻ കളിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. പണ്ട് മുതലും ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ കളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും എൻ്റെ പിള്ളേരുടെ കൂടെ ആണെങ്കിലും ഞാൻ കളിക്കും, എൻ്റെ അനിയത്തിയുടെ പിള്ളേരുടെ കൂടെ ആണെങ്കിലൊക്കെ കളിക്കും. അപ്പോൾ നമ്മുടെ റൂം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കർട്ടൻ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഞാൻ പൊടിയായപ്പോൾ ജസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇനി ചേച്ചിമാർ വന്നിട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് എല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം കാണാം. ഇത് നമുക്ക് കട്ട്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പി കാണാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ജീരകം ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ജീരകം ചേർക്കും, എന്താണെന്നറിയില്ല കേട്ടോ, ഉമ്മ പറഞ്ഞു തന്നതാണ്. പിന്നെ ചെറിയുള്ളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയ ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട്ല ഡാം മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മണമൊന്നും വരാതിരിക്കാൻ അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പുളിവെള്ളമാണ്. ഇവിടെ പൊതുവേ ഞാൻ പുളിവെള്ളമാണ് യൂസ് ചെയ്യാറ്. കുടംപുളി ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങ ഒന്ന് കിട്ടിയതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. മീനിന് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഡാം മീൻ പൊതുവേ അറിയാമല്ലോ നമുക്ക് ഫ്രഷ് കിട്ടും എന്നുള്ളത്. അതിൻ്റെ തലയും കഷ്ണവും വാലും എല്ലാം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കറിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടക്കട്ടെ, അപ്പോഴേ നമ്മുടെ കഷ്ണങ്ങൾക്കൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫ്രഷ്. ഞാൻ ഇതും കൊണ്ട് തന്നെ കുറച്ച് മുളക് ഇട്ടതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പതുക്കെ. ഇനി അടച്ച് വയ്ക്കുക, മീനൊക്കെ ഒന്ന് നന്നായി വേവിക്കുക. അപ്പോഴത്തേക്കും ഞാനിവിടെ ഏകദേശം ഒരു വലിയ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങയുടെ അരപ്പൊക്കെ ഇതിലോട്ട് കൊട്ടിക്കൊടുക്കുക. ഞാൻ ഇതിലോട്ട് വേറൊന്നും ഇട്ടിട്ടില്ല, വെറും തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക പതുക്കെ, മീനൊന്നും ഉടഞ്ഞു പോകരുത്. ശരിക്കും പറഞ്ഞാൽ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഇളക്കാറില്ല ആരും. ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇത് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് പൊട്ടൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇളക്കിയതാണ്. ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് ചെറിയൊരു തള വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു മീൻ കറി ഇഷ്ടമായിച്ചാൽ
പിന്നെന്താണ്, ഞാൻ മീനും മസാലയും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ കട്ടിൽ തന്നെയാണ് മസാല കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പൊരിക്കാനുള്ള ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോഴേക്കും എന്തോ തിരക്കായി പോയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 സ്പൂണ്, പിന്നെ 1 സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ഇതുപോലെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ഏകദേശം 1 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട്ല മീനായതുകൊണ്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 2 സ്പൂണോളം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും തന്നെ വിനീഗർ ചേർത്ത് കൊടുക്കുക. ബാക്കിയൊക്കെ വെളിച്ചെണ്ണ കേട്ടോ. ഇനി വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഓരോ മീനായിട്ട് ഇതിലോട്ട് വെച്ച് മസാല മേലെ കൂടെ പുരട്ടി എടുക്കണം. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒത്തിരി വെക്കണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ ഉണ്ടല്ലോ, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി മസാല പിടിക്കാൻ. ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഉണക്കമീനിൻ്റെ ചുവ വരും അപ്പോഴേക്കും. എനിക്ക് ഫിഷ് സാധാരണ അപ്പം എടുത്ത് മസാല കൂട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പൊരിച്ചെടുക്കുന്ന ഫിഷാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ മസാല കംപ്ലീറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് അതെല്ലാം കഴിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. എന്നോട് നെല്ലിക്കച്ചാർ ഉണ്ടാക്കണമെന്ന് കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പിലിട്ട നെല്ലിക്ക മുറിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉലുവയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പൊടിയല്ല കേട്ടോ, ഞാൻ ഈസി പിക്കിളാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഒന്ന് ചേർത്തി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതുപോലെ ഒരു വലിയ ബൗളിൽ ഞാൻ മുളക് പൊടി, പിന്നെ ഞാൻ അച്ചാർ പൊടി എടുക്കുന്നത്. ഞാൻ വലിയ റിസ്ക് പിടിച്ച അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഈസി അച്ചാർ ഉണ്ടാക്കുക. 2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാർ പൊടി. 10 രൂപയുടെ പാക്കറ്റില്ലേ അത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് നിറയെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കപ്പിൽ നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് ഈ ഒരു മസാല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഉപ്പിലിട്ട നെല്ലിക്കനെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് അടച്ചും കൂടെ വെക്കുക. നല്ല പോലെ മിക്സാക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ മിക്സാക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കുകയാണ് കേട്ടോ. തിളപ്പിച്ചെടുത്താൽ കേട് വരില്ലല്ലോ. അതുമാത്രമല്ല നെല്ലിക്കക്ക് നല്ലൊരു സോഫ്റ്റും വരും. അങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇതുപോലെ 1 സ്പൂൺ ശർക്കര വെള്ളമാണ് കേട്ടോ. ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ അച്ചാർ റെഡി. ഇങ്ങനെയൊക്കെ ഈസി അച്ചാറേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ മേടിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഉച്ച മുതലുള്ള വ്ളോഗാണ്. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ബിരിയാണി ചിക്കനൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ പൊതുവേ ഞാൻ കാണിച്ചതാണ്. പിന്നെ നമ്മളിനി നോമ്പ് വരാൻ പോവല്ലേ, അപ്പോൾ പായസമൊന്നും ഉണ്ടാക്കില്ല. അതുമാത്രമല്ല നോമ്പ് സമയത്ത് കുറേ ആൾക്കാരുടെ ബർത്ത്ഡേ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, ഉമ്മാൻ്റെ ഉണ്ട്, അയാൻകുട്ടീൻ്റെ ഉണ്ട്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്. നോമ്പ് മാസത്തിലാണ് ഇത് ഫുള്ള് വരുന്നത്. അപ്പോൾ വിചാരിച്ചു ഈ ഒരു സൺഡേ നമുക്കൊരു ബിരിയാണി വെച്ച് പായസവും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബർത്ത്ഡേക്ക് നമ്മളെല്ലാം കൂടെ ഞാൻ പറഞ്ഞു ഓരോ വായി കഴിക്കുമ്പോഴും ജിനിമാൻ്റെ ബർത്ത്ഡേ, മമ്മിയുടെ ബർത്ത്ഡേ, അതേപോലെ അയാൻകുട്ടിയുടെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ പറഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അങ്ങനെ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങളെന്നെ തല്ലി ഓടിക്കും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ചിക്കൻ്റെ കാണിക്കണം എന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കാണിക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്ന് ഇതായിരുന്നു. നല്ല റാവുത്തർ ബിരിയാണി, നിങ്ങളുടെ ഭാഷയിൽ ചില ആൾക്കാരുടെ ഭാഷയിൽ ഇറച്ചിച്ചോറ്, പിന്നെ നല്ല അച്ചാറും, പിന്നെ ചിക്കൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ. അതിൻ്റെ റെസിപ്പി പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചങ്ങ് പപ്പടം കൂടി ഉണ്ടായിരുന്നു, ഞാൻ വയ്ക്കാൻ മറന്നുപോയി. പിന്നെ ഇക്ക തന്നെ ബിരിയാണി വിളമ്പുന്ന ആൾ കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇക്കാനെ ഏൽപ്പിക്കും ബിരിയാണി വിളമ്പാൻ വേണ്ടിയിട്ട്.
അതേപോലെ എന്നോട് ആരാ വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ എൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരുന്നു. ഇപ്പോൾ പുതിയ വീട്ടിൽ എന്നാലും പഴയ വീട് ഒരുപാട് മിസ് ചെയ്യുന്നു. അതെ പഴയ വീട് നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന വീടല്ലേ. എൻ്റെ തറവാടൊക്കെ പൊളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് പോയിട്ട് അവിടെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ നടന്നില്ല, അപ്പോഴേക്കും പൊളിച്ചു അത്രേ. അപ്പം നമ്മുടെ നോമ്പിന് നനച്ചുളി എന്നുള്ള ഒരു സാധനം വലിയൊരു സംഭവമാക്കി മാറ്റിയത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണെന്നാണ് ഒരു കമൻറ്റിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കമൻറ്റ് കറക്റ്റാണ്. നമ്മൾ നോമ്പ് സമയത്ത് കൂടുതലായിട്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ത്രാവിയ നിസ്കരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ വീട് ക്ലീനിങ്ങിന് അതിന് എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നത് ശരിയല്ലല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് പണ്ടുള്ളവർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഇതിൽ ഈ പറഞ്ഞ ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ നനച്ചുകുളി അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു പായസം നോമ്പ് സമയത്ത് ഇനി നമ്മൾ പായസം ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കുക. ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വറുത്തെടുക്കണം. ഈ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരണം, നല്ലൊരു മണം വരും. ആ ഒരു ലെവലിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തേങ്ങയുടെ പാല്, 4-5 തേങ്ങയുടെ പാലൊക്കെ എന്തായാലും വേണം. പിന്നെ ഞാൻ ചെറുപയർ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറുപയർ എടുക്കുന്നതിൻ്റെ ഒരു 1/3 കുറച്ചും കൂടെ കമ്മിയായുള്ള ഭാഗത്ത് ബിരിയാണി അരി യൂസ് ചെയ്യാറുണ്ട്. ചെറുപയറിന് പായസത്തിനൊരു കുത്തലുണ്ടാവൂലേ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വിസിലടുപ്പിച്ചെടുത്ത് ഇതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി നന്നായി ഉടഞ്ഞില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി പകുതിയോളം. പിന്നെ 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ശർക്കര വെള്ളം ചേർത്തി എടുക്കണം. ഇതുപോലെ മിക്സാക്കി എടുക്കണം. ശർക്കര വെള്ളം ചേർത്തിട്ട് നല്ലപോലെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കിലോ ശർക്കര വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കിയിട്ട് അരിച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ കല്ലുണ്ടാവും, അരിക്കണം. ഇതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇനി നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഒന്ന് കുറുകിയും വരും കേട്ടോ. തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മേലെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇച്ചിരി ഏലക്കായും പിന്നെ കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഒരുപാട് കളറുള്ള ശർക്കര അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പായസത്തിന് ഈ ഒരു കളറ്. പിന്നെ ഞാൻ അത്യാവശ്യം തേങ്ങയുടെ പാലും യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും. ഞാൻ പായസം വയ്ക്കുമ്പം തേങ്ങാപ്പാൽ പിശുക്കാറേ ഇല്ല. എനിക്ക് അങ്ങനത്തെ പായസം ഇഷ്ടമേ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പാലും പഞ്ചസാരയും എല്ലാം നല്ല പോലെ എടുത്തിട്ടുള്ള എന്താ പറയുക തേങ്ങാപ്പാൽ പായസമേ വെക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ സംഗതി സെറ്റാവും കേട്ടോ. നല്ല കട്ടിക്കുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേങ്ങ നെയ്യിൽ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി കുറുകും കേട്ടോ. നമ്മുടെ ഈ പായസം കഴിക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ അടച്ചു വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തുറന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പായസം കഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇതുപോലെ അങ്ങ് ഒഴിക്കുക, ഒരു പപ്പടം കാച്ചിയത് വെക്കുക, പഴം വെക്കുക, കുഴച്ചങ്ങ് കഴിക്കുക. ഇതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ വേറെ ഏത് പായസം കഴിച്ചാലും കിട്ടില്ല. ഇവിടുത്തെ ഉപ്പാക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പായസമാണ് കേട്ടോ ഇത്. ഉപ്പ ഇങ്ങനെ പറയും, പണ്ട് ഇങ്ങനെ മൂക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അതേപോലെ തന്നെ അപ്പോൾ പൊതുവേ അയാൻകുട്ടി ഇങ്ങനെ കഴിക്കില്ല. ഗ്ലാസ്സിലെടുത്ത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക ചെയ്യാം കേട്ടോ അയാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനക്ക് ഇങ്ങനെയൊന്ന് ടേസ്റ്റ് ആക്കാൻ കൊടുത്തു. പിന്നെ അവനിങ്ങനെ കഴിച്ചത്, അവനക്കത് ഭയങ്കര ഇഷ്ടമായി. അവൻ കഴിക്കണതിൻ്റെ ആ സീന് ഞാൻ കാണിച്ചല്ലോ, അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെ കൂട്ടി കുഴച്ച്. പക്ഷേ എൻ്റെ അവിടെ ഒന്നും ഇങ്ങനെ കഴിക്കില്ല, പഴം കഴിക്കില്ല, പപ്പടം എടുക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ അങ്ങ് എടുത്ത് കൊടുത്ത് അവനങ്ങ് കഴിച്ചതും അവന് സ്വർഗം കണ്ട ഫീലാണ് കേട്ടോ അവനക്ക് ഉണ്ടായത്. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ പഴയ ജനറേഷൻ അങ്ങനെയാണ്, കുറേ പാത്രങ്ങൾ അവർക്ക് വേണം, എവിടെ കണ്ടാലും അവർ മേടിക്കും. ബട്ട് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് പാത്രം മതി പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. അതെ അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവണത്
ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. പായസം വെച്ചപ്പോൾ ഉമ്മാൻ്റെ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാനൊരു പൂതി. അപ്പോൾ നമ്മൾ പായസം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടി അതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ കുറച്ച് സാധനങ്ങളാണ്. ഇപ്പോൾ റെവലോണിൻ്റെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ലിപ്സ്റ്റിക്ക് പിന്നെ ക്യാരമൽ ബ്രൗൺ ആണ്, ഏതാ കമ്പനി ഓർമ്മയില്ല. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണ്, ലിപ്പ് ബാം അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കും, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അല്ലേ. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും നല്ല ഇഷ്ടമായി അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ചീവി സെറ്റാക്കി. മുടി കെട്ടിയിട്ടൊന്നുമില്ല, പൊതുവേ മുടി കെട്ടാൻ എനിക്ക് കുറച്ച് മടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാം ഒന്ന് തേച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യണത്, റെവലോണിൻ്റെ തന്നെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിയർക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് മുഖത്ത് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ കാരമലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ലിക്വിഡ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ഭാഷയൊന്നും കിട്ടൂല, ഞാൻ അധികം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാത്ത ആളല്ലേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു ഇതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതാണ് കേട്ടോ. ഇതൊന്ന് എന്താ പറയുക, മുഖത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പൊതുവേ കുക്കിംഗ് വീഡിയോ ചെയ്ത് എനിക്കിപ്പോൾ മുഖത്തിടുന്നതും ചേർത്തുക എന്നുള്ളൊരു സംഭവമായി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു സാധനമാണ്, ജസ്റ്റ് ഒരു ക്രീം പോലെയാണ്. അതും കൂടെ ഒന്ന് തേച്ച് മുഖത്തങ്ങ് സെറ്റാക്കി വെക്കുന്നുണ്ട്. പുട്ടി പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് യൂസ് ചെയ്താൽ പുട്ടി പോലെ ഒന്നും നിൽക്കില്ല, പക്ഷെ നമ്മുടെ മുഖത്തിനൊരു ഗ്ലോ കിട്ടും. ഒരുപാട് യൂസ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഒത്തിരി അങ്ങ് മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്ക് മേക്കപ്പ് ചെയ്യാനും അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ, അതറിയാലോ. ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാളാണോ ഇയാൾ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ്. പിന്നെ ഞാൻ വള ഇടാൻ വിചാരിച്ചു, കമ്മലും ഇടാൻ വിചാരിച്ചു. മാല പിന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് ഇടാൻ സാധിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് മാലയാണ് കേട്ടോ. ഒട്ടും വയ്ക്കില്ല ഇടാൻ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കമ്മൽ തിരഞ്ഞു നോക്കുകയാണ്. കമ്മൽ അന്ന് അഴിച്ചു വെച്ചതാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയില്ലേ, അപ്പോൾ വേറൊരു കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടി കമ്മൽ അഴിച്ചു വെച്ചതാണ്. അതിനൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി. അല്ലെങ്കിൽ അവിടെ പോയ ഉടനെ നിൻ്റെ വാളയും കമ്മലും മാലയൊക്കെ അവിടെ ബന്ധുക്കോസ് പോലെ നടക്കുന്നു എന്നൊക്കെ പറയട്ടെ എന്നെ. അപ്പോൾ ഞാൻ റെഡിയായി, പായസമൊക്കെ എടുത്ത് ഞങ്ങളിതാ എന്താ പറയുക, ഗേറ്റൊക്കെ തുറന്ന് പോകാൻ പോവുകയാണ് കേട്ടോ. അതേപോലെ നനച്ചുകൂലിയൊക്കെ ഞാൻ തനിച്ച് ചെയ്തു. റംസാൻ നോമ്പിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടുണ്ട്. ജിനിയുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. ജിനിക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. എന്തായാലും റംസാൻ നോമ്പിന് വരവേൽക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും ആരാ കുക്കിംഗ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെയാണ് കേട്ടോ എന്നും കുക്കിംഗ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർ വീഡിയോ, ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായി ചേരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എന്തായാലും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മളോട് ഞാൻ ഇത്താനെ കാണുമ്പോൾ ഓർക്കും പണ്ട് കാലത്ത് എൻ്റെ ഉമ്മാൻ്റെ സ്പീഡ്. ഓക്കെ, നിങ്ങൾ പൊളിയാണ്. എനിക്ക് വ്ളോഗ് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ വേറെ ലെവലല്ലേ സ്പീഡിൻ്റെ കാര്യത്തിൽ. എനിക്ക് അത്രയൊക്കെ കിട്ടിയിട്ടുണ്ടോ? പണ്ടൊക്കെ ഇവിടെ എല്ലാവരും പറയും ജിനീവ് ഇങ്ങനെ പോകുമ്പോൾ ഒരു കാറ്റ് വരും, കർട്ടൻ മാറും, അത്രയും സ്പീഡാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. അതേപോലെ വീട് മുഴുവൻ വൃത്തിയാകും. ആര് കണ്ടുപിടിച്ചതാണേലും കൊള്ളാം. നമ്മുടെ നനച്ചുള്ളിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഞാനെല്ലാം ഒരു ദിവസം ചെയ്യില്ല, ഓരോ ഏരിയ വൃത്തിയാക്കും. അതാണ് ഏറ്റവും നല്ലത്. ടൈം കിട്ടും പോലെ ആവശ്യമില്ലാത്തത് എല്ലാം കളയും. ആ ബുക്സ് കുട്ടികൾക്ക് പഠിക്കാൻ ഉപകാരമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ, അത് നല്ല ക്വാളിറ്റിയുള്ള ബുക്സാണ്. നമ്മൾ ഭാവിയിൽ ലൈബ്രറിയൊക്കെ സെറ്റാക്കുമ്പോൾ അവിടെ വെക്കണം പറഞ്ഞിട്ടുള്ള ബുക്സ് തന്നെയാണ് കേട്ടോ. പിന്നെ പോയി തിരിച്ചു വന്ന ശേഷം എല്ലാവർക്കും കുറച്ചൊരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായപ്പോൾ ആ ജൽജീരയോ ആ ഒരു പൗഡറൊക്കെ ഇട്ടിട്ട് കോക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ സ്പ്രൈറ്റിലിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. എനിക്ക് പിന്നെ ഇത് വലിയ ഇഷ്ടമല്ല. പിന്നെ പോയി വന്ന ഉടനെ തന്നെ എൻ്റെ മക്കൾക്ക് വിശക്കണമെന്നും പറയാൻ തുടങ്ങി. 9 മണിയാവാനായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡ്രസ്സൊന്നും മാറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഇതുപോലെ നല്ല സ്പീഡാണല്ലോ. ഹെൽപ്പിന് ആരുമില്ലേ, ഹെൽപ്പിന് വരും കേട്ടോ, ചേച്ചിമാർ വരും. പിന്നെ ഡെയിലി ക്ലീനിങ് കുക്കിങ്ങിനൊന്നും ഹെൽപ്പിന് എനിക്ക് ആരും ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുണ്ടാകുമ്പോൾ അപ്പം നമുക്ക് നോക്കാം. പിന്നെ സോഫ കളയാൻ സമയമായി. അതാണ് ഒരു ഹാൾ ബോർ ഒതുക്കം ഉള്ള സെറ്റ് കിട്ടും, സൗകര്യം കിട്ടും. ഇൻഷാല്ലാ നമുക്ക് മേടിക്കാം. ഇപ്പം എന്തായാലും ഇതൊക്കെ മതി കേട്ടോ. അങ്ങനെ ഇതാ ബിരിയാണി ഞാനൊന്ന് സെറ്റാക്കി എടുത്ത് വെക്കുകയാണ്. നാളേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. കാരണം നാളെ ഇനിയിപ്പോൾ നമുക്ക് നനച്ചുള്ളിയുടെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ കുക്കിംഗ് ചെയ്യാനൊന്നും സമയം കിട്ടൂല. അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ കൂടെ നിൽക്കും ചെയ്യണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം. അങ്ങനെ ഇതാ ഞാൻ കുട്ടികൾക്കൊക്കെ ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും എന്താ പറയുക, നോമ്പൊക്കെ എടുക്കാനുള്ള ഒരു എന്താ പറയുക ശക്തിയും എല്ലാം പഠിച്ചോൻ തരട്ടെ അല്ലേ. കാരണം അത്രയും ചൂടത്തല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.